ഓപ്പറേഷൻ സിന്ദൂർ, ഇതിൽ പരം ഒരു നല്ല പേര്, നല്ല സന്ദേശം ഇല്ല. കാരണം അന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം വൈറലായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു നേവൽ ഓഫീസറിന്റെ അടുത്തിരിക്കുന്ന, തീർച്ചയായിട്ടും യെസ്, ആ കുട്ടിയുടെ സിന്ദൂരമാണ് ഇവിടെ വന്നുകൊണ്ട് മായ്ച്ചിരിക്കുന്നത്. അതുപോലെ എത്ര സ്ത്രീകളുടെ സിന്ദൂരം യുവമാരോടെ വന്ന് മായ്ച്ചിരിക്കുന്നു. तो उसके लिए जवाब है सालों हम तो यही है, सिंदूर का नाम पे तुम्हें मारेगा. അതാണ് ഹിന്ദുസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സിന്ദൂരം നീ ഇവിടെ വന്നിട്ട് 4 പേരുടെ അല്ലെങ്കിൽ 5 ഞങ്ങളുടെ പെങ്ങന്മാരുടെയോ അമ്മമാരുടെയോ സിന്ദൂരം നീ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിന്ദൂരത്തിന്റെ പേരിൽ നിന്നെ അടിക്കും, നിന്റെ രാജ്യത്തിനെ മുഴുവൻ അടിക്കും എന്നുള്ളതാണ് ആ സിന്ദൂരത്തിന്റെ പേര്. ആ പേരാണ് അവിടെ, അതിനാണ് ഏറ്റവും അധികം പ്രസക്തി. അത് വളരെ സെന്റിമെന്റൽ വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ആ കുട്ടിയുടെ ആ ഫോട്ടോ കണ്ടിട്ട് കണ്ണു നിറയാത്തൊരാരുമില്ല. ബിക്കോസ് ഒരു ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി. സോ ഇന്ത്യ ഹാസ് ഗിവൻ ദ ആൻസർ ബാക്ക് വിത്ത് ദാറ്റ് നെയിം, സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ. അത് ആര് ആ പേരെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഐ സല്യൂട്ട് ദോസ് പീപ്പിൾ ഹു തോട്ട് അബൌട്ട് ഇറ്റ്. ഇതാണ് പറയുന്നത്, സ്ത്രീകൾക്ക് ഇത്രയും അധികം മര്യാദ കൊടുത്തിട്ടുള്ള ഒരു രാജ്യത്തിന് അവരൊക്കെ എഗൻസ്റ്റ് ആണ് ഈ അട്ടാവുള്ള എന്ന് പറയുന്ന ഒരു നുണയൻ മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയാണ് കൊന്നിരിക്കുന്നത് ഇന്ത്യക്കാർ വന്നിട്ടെന്ന്. ഇല്ല മോനെ, നിന്റെ ക്യാമ്പ് അങ്ങനെയുള്ള സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്ന സ്ഥലത്താണ് നിന്റെ മിലിറ്റന്റ് ക്യാമ്പ് അവിടെ ഉണ്ടെങ്കിൽ തകർത്തിരിക്കും. ആ 6 ക്യാമ്പുകളാണ് തകർത്തിരിക്കുന്നത്. 6 ക്യാമ്പുകളും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. സോ വി ഹാവ് സ്റ്റാർട്ടഡ്. അത് ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള 14 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉറങ്ങിയല്ലായിരുന്നു മോനെ. 24 അവേഴ്സും ആർമി ഹെഡ്ക്വാർട്ടേഴ്സും ഗവൺമെന്റും 24 അവേഴ്സും വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സ് എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ടാവില്ല. ഒരു ചോദ്യമുണ്ട്, ഇത് എന്ന് ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ, നമ്മൾ എന്ന് തിരിച്ചടിക്കും? നമ്മൾ ആ സിനിമയിൽ പറയുന്ന പോലെ ചേർക്കോണസ്വാമി എന്താ തേങ്ങ ഉടയ്ക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഉടച്ചപ്പോ അതൊരു ഉഗ്രൻ ഉടക്കൽ തന്നെയായി അല്ലേ? അത് തന്നെയാണ് പ്രതി. ഇത് ജനങ്ങളോട് എനിക്ക് ഇനിയും ഇതാണ് പറയാനുള്ളത്. നമ്മുടെ വികാരവും വിവേകവും ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആകുമ്പോഴാണ് ഒരു സ്ട്രോങ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. വികാരം ഉണ്ട്, അതിനെ ഹോൾഡ് ചെയ്യണം. വിവേകം എവിടെയാണ് വരുന്നത്? നമ്മൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കുമോ, ആ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വലത്ത് കവളത്തടിക്കുമോ അതോ ഇടത്ത് കവളത്തടിക്കുമോ അതോ നേരെ മൂക്കനായിരിക്കുമോ വരുമെന്നുള്ളത്. ഇത് നമ്മൾ ആദ്യമേ ആന്റിസിപ്പേറ്റ് ചെയ്യണം. ആന്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലത്തിനുള്ളത് ഇടത്തെ കൈനെ പ്രിപ്പയർ ചെയ്തു, ഇടത്ത് സൈഡാണെങ്കിൽ ഇടത്തിനെ പ്രിപ്പയർ ചെയ്തു, വലതിനെ പ്രിപ്പയർ ചെയ്തു, സെൻട്രലാണെങ്കിൽ 2 കൈന്റെയും ബ്ലോക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഒരു രാജ്യം അപ്പുറത്തേക്ക് അടിക്കാൻ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ ഇതുപോലെ വന്നിട്ട് ചൊറിയുന്ന സമയത്ത് അവൻ ആദ്യം ആലോചിക്കേണ്ടായിരുന്നു ആരെയാണ് ഇത് ചെയ്യുന്നത്, എവിടെയാണ്, ഏത് സെന്റിമെന്റ്സ് ആണ് അവനെ ഹേർട്ട് ചെയ്തിരിക്കുന്നത്. അവൻ പ്രൊപ്പഗണ്ട ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഇവിടെ വന്നിട്ട് ഇതുപോലൊരു സംഭവം നടത്തിക്കൊണ്ട് നീ ഹിന്ദു മുസ്ലിം എന്നും പറഞ്ഞിട്ടുള്ള സെന്റിമെന്റ് അവിടെ ഇട്ടു. രണ്ടാമത്തത് നീ മോദിയോട് പോയി പറ എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ നല്ലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞ പ്രൊപ്പഗണ്ട നമ്മൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഈ 14 ദിവസം എന്ത് പറ്റി? അവിടുത്തെ ലോക്കൽസ് മുഴുവൻ ഈ പട്ടാളക്കാർക്ക് എഗൻസ്റ്റായി. കാരണം ഈ ഇന്ത്യയിൽ പോയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങളുടെ വെള്ളം അവർ മുട്ടിച്ചത്, അല്ല ഇന്ത്യനെ അവർ കുറ്റം പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ റേഷൻ, അരി, മെഡിസിൻ ഇതെല്ലാം അങ്ങ് ബ്ലോക്കായപ്പം കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ വാർ അപ്പുറത്ത് തുടങ്ങിയത്. ഈ 14 ദിവസം കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ അത് ഗവൺമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആർമി ഇവിടെ പ്രിപ്പയറായി. താഴത്തുള്ള റിസർവ് ഫോഴ്സുകൾ മുഴുവൻ മുകളിൽ പോയി എല്ലാ ബോർഡറുകളും കവർ ചെയ്തുകൊണ്ട് ശേഷമാണ് ഇങ്ങനൊരു നല്ല സമയം നോക്കിക്കൊണ്ട് ഒരു 1.5 മണിക്ക് കാലത്ത് 7-ാം തീയതി കാലത്ത് അടി അങ്ങ് തുടങ്ങി. അത് അടിച്ചതോ 9 സ്ഥലങ്ങളും ഒരുമിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത് എയർ സ്ട്രൈക്ക് എലോങ് വിത്ത് ആർട്ടിലറി ഫയറിംഗ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ഒരു ഇമ്പാക്ട് അവിടെയും കൊടുത്തിരിക്കുകയാണ്. അത് രാജ്യത്തിന്റെ ഓരോരുത്തരും ആഗ്രഹിച്ചതാണ്. ആ ആഗ്രഹമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. പിന്നെ അവരുടെ പ്രൊപ്പഗണ്ടകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അട്ടാവുള്ള ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്, നമ്മുടെ 3 വിമാനങ്ങൾ അവരടിച്ചിട്ടുന്ന്. ഇതുപോലൊരു നുണ പറയുന്ന ഒരു രാജ്യത്തിന് നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും നാണം കെട്ടവർ. ആ ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണത് പറയുന്നത്, നിങ്ങളുടെ പ്രൂഫ് ഞങ്ങൾ നാളെ കാലത്ത് തരാം. അതല്ലേ പറഞ്ഞ് ഒരു വൃത്തികെട്ടൊരു മൈൻഡ് സെറ്റാണിത്. അവരോട് തിരിച്ചങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്, അവരെപ്പോഴും പറയും ഞങ്ങൾ ടെററിസത്തിന്റെ വിക്ടിംസ് ആണ്, ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ എന്നും ടെററിസത്തിന് എഗൻസ്റ്റ് ആയിരുന്നു. എന്നാൽ നീ എന്തിനാടോ ഇതുപോലത്തെ ഒസാമ ബിൻ ലാഡനെ പോലുള്ളവനെ പിടിച്ചോണ്ട് പോയത്? നിന്റെ അണ്ണാക്കുന്നല്ലേ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്ക കൊണ്ടുപോയിട്ട് മുക്കി താത്തിയത്? എന്നിട്ടും ഇത് നുണ പറയുന്ന സമയത്ത് ഇവന്റെയൊക്കെ ഉളുപ്പെന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വികാരം തിളയ്ക്കുന്ന എന്തുകൊണ്ട്?
എല്ലാം ചെയ്തിട്ട് നീ ഗട്സിൽ നിന്ന് പറ യെസ് ഐ ഡിഡ് ഇറ്റ്. അത് പറയാനുള്ള ചങ്കൂറ്റമില്ല. ഇതുപോലുള്ള ബാക്ക് ബൈറ്റേഴ്സിനാണ് വി ഷുഡ് ബി. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോദിജി നമ്മുടെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഒന്നുകൂടെ ഇന്ന് രാത്രിയും കൂടെ ഒന്നും കൊടുത്തിട്ട് ആ സൈഡ് മുഴുവൻ നിരപ്പാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും അവർക്ക് മനസ്സിലാവും ശരിയാണ്. ഇനി അതാണ് ഇങ്ങോട്ട് നമ്മുടെയൊക്കെ വന്നിട്ട് വികാരം.